സ്നേഹമുള്ളവരെ, ഈശംസിഹായിൽ സ്നേഹവന്ദനം. ദിസ് ഇസ് ജോസഫ് ഫ്രം ജജലോഗോസ് 316. 61-ാം എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 30 ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ തയ്യാറെടുപ്പുകളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൂക്ക 12 ഒരു ആമുഖം. ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ശിഷ്യത്വത്തിൻ്റെയും വിവിധ വശങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു സുപ്രധാന അധ്യായമാണിത്. ഫരിസേയരുടെ കാപട്യത്തെക്കുറിച്ച് യേശു തൻ്റെ അനുഗാമികൾക്ക് മുന്നറിയിപ്പ് നൽകി. അവരുടെ വിശ്വാസത്തിൽ ആധികാരികത പുലർത്താൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം അവിടുന്ന് ഊന്നിപ്പറയുകയും ദൈവത്തിൻ്റെ കരുതലിലുള്ള വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭൗതിക സമ്പത്തിൻ്റെ നിരർത്ഥത ഉയർത്തിക്കാട്ടുന്ന ഭോഷനായ ധനികൻ്റെ ഉപമയും അധ്യായത്തിൽ ഉൾപ്പെടുന്നു. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് അവിടുന്ന് ചർച്ച ചെയ്യുന്നു. അത് കുടുംബങ്ങളിൽ പോലും വിഭജനം വരുത്തുന്നതിനെക്കുറിച്ച് പറയുന്നു. അവസാനമായി കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവാനും തർക്കങ്ങൾ ഉടനടി പരിഹരിക്കുവാനും യേശു ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ദൈവവിശ്വാസവും ദൈവരാജ്യത്തിനായുള്ള സന്നദ്ധതയുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സമഗ്രമായ ഒരു വഴികാട്ടി ലൂക്ക 12 അവതരിപ്പിക്കുന്നു. ചോദ്യോത്തരം 1. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു പറയുവാൻ തുടങ്ങിയത് ആരോട്? യേശു ആരോടാണ് പറയുവാൻ തുടങ്ങിയത്? പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ആളുകൾ കൂടിയപ്പോൾ ശിഷ്യന്മാരോട്. അതിൻ്റെ ഉത്തരം ശിഷ്യന്മാരോട്. ലൂക്ക 12:1. രണ്ടാമത്തെ ചോദ്യം, ഫരിസേയരുടെ പുളിപ്പിനെ യേശു എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഫരിസേയരുടെ പുളിപ്പിനെ യേശു എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം കാപട്യമാകുന്ന പുളിപ്പെന്ന്. ലൂക്ക 12:1. കാപട്യമാകുന്ന പുളിപ്പ്. മൂന്നാമത്തെ ചോദ്യം, അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെ ഇരിക്കുകയുമില്ല. അധ്യായവും വാക്യവും സൂചിപ്പിക്കാനാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ലൂക്ക 12-ാം അധ്യായം 2-ാം വാക്യം. 12:2. അടുത്ത ചോദ്യം 4. പൂരിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ഡാഷ് പറഞ്ഞത് പുറമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. ലൂക്ക 12:3. ലൂക്ക 12:3 അനുസരിച്ച് അത് പൂരിപ്പിക്കാനാണ് ഈ ചോദ്യം. ചെവിയിൽ എന്നാണ് ആ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ലൂക്ക 12:6 അനുസരിച്ച് 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നത് എന്ത്? 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നത് എന്ത് എന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ലൂക്ക 12:6 അനുസരിച്ച്. അതിൻ്റെ ഉത്തരം 5 കുരുവികൾ. 5 കുരുവികളാണ് 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നത്. 5 കുരുവികൾ. 6. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്ന ഏതൊരുവിനെയും മനുഷ്യപുത്രൻ ഏറ്റുപറയുന്നത് എവിടെ? ലൂക്ക 12:8. മനുഷ്യപുത്രൻ യേശുവിനെ ഏറ്റുപറയുന്നവരുടെ മുമ്പിൽ പറയുന്നവരെ എവിടെ ഏറ്റുപറയുന്നു എന്നാണ് ചോദ്യം. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ആ ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ശ്രദ്ധിക്കണേ. 7. പരിശുദ്ധാത്മാവിനെതിരായി എന്ത് പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് ലൂക്ക 12:10 പറയുന്നത്. പരിശുദ്ധാത്മാവിനെതിരായി എന്ത് പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല? ഉത്തരം ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല പരിശുദ്ധാത്മാവിനെതിരായി. അടുത്ത ചോദ്യം 8. ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ആര്? പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ആര്? ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ലൂക്ക 12:13. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. 9-ാം ചോദ്യം, ലൂക്ക 12-ാം അധ്യായത്തിൽ യേശുവിനോട് ഏക ചോദ്യം ചോദിക്കുന്നത് ആര്? ലൂക്ക 12-ാം അധ്യായത്തിൽ യേശുവിനോട് ഏക ചോദ്യം ചോദിക്കുന്നത് ആര്? ഉത്തരം പത്രോസ്. ലൂക്ക 12:41. പത്രോസാണ് ചോദ്യം ചോദിക്കുന്ന ഒരേ ഒരാൾ. 10. ആരുടെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകുമെന്നാണ് ലൂക്ക 12:16 പറയുന്നത്? ആരുടെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയെന്നാണ് ലൂക്ക 12:16 പറയുന്നത്? ഉത്തരം ഒരു ധനികൻ്റെ.
11-ാമത്തെ ചോദ്യം, ലൂക്ക 12:23 അനുസരിച്ച് ജീവൻ ഭക്ഷണത്തിനുപരിയെങ്കിൽ ശരീരമോ? ജീവൻ ഭക്ഷണത്തിനുപരിയാണെങ്കിൽ ശരീരമോ എന്നാണ് 12:23 അനുസരിച്ച് പറയേണ്ടത്. അതാണ് 11-ാമത്തെ ചോദ്യം. ഉത്തരം വസ്ത്രത്തിന്. ശരീരം വസ്ത്രത്തിന്. അടുത്ത ചോദ്യം 12. കാക്കകൾ എന്ത് ചെയ്യുന്നില്ല എന്നാണ് ലൂക്ക 12:24 പറയുന്നത്? കാക്കകൾ എന്ത് ചെയ്യുന്നില്ല എന്നാണ് ലൂക്ക 12:24 പറയുന്നത്. ഇതാണ് 12-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അടുത്ത ചോദ്യം, ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുമെന്നാണ് യേശു ലൂക്ക 12 ചോദിക്കുന്നത്. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര കൂടി നീട്ടാൻ പറ്റും എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഒരു മുഴം കൂടി നീട്ടാൻ പറ്റത്തില്ല എന്നുള്ള അർത്ഥമാണ്. 14. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ? ലൂക്ക 12:24. ഏത് പക്ഷിയെക്കുറിച്ച് പരാമർശിച്ച ശേഷമാണ് യേശു ഇങ്ങനെ പറയുന്നത്? ഏത് പക്ഷിയെക്കുറിച്ച് പരാമർശിച്ച ശേഷമാണ് യേശു ഇങ്ങനെ പറയുന്നത് പക്ഷികളേക്കാൾ എത്ര വിലപ്പെട്ടവരാണ് നിങ്ങളെന്ന്? ഉത്തരം കാക്കകളെക്കുറിച്ച് പറഞ്ഞിട്ട്. കാക്കകളെ. അടുത്ത ചോദ്യം 15. ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്ന എന്തിന്? ലൂക്ക 12:26. ഇതുപോലും എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് എന്താണ്? ഏറ്റവും നിസ്സാരമായി ഇതുപോലും എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുന്നത്. ലൂക്ക 12:25. ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുന്നത്. 16-ാമത്തെ ചോദ്യം, ലൂക്ക 12-ാം അധ്യായത്തിലെ ഏത് വാക്യത്തിലാണ് ജെറമായ 17:11, പ്രഭാഷകൻ 11:19, ജോബ് 27:8, സങ്കീർത്തനം 39:6, ലൂക്ക 12:33-34 എന്നിവയിൽ സമാനമായ ആശയങ്ങൾ ഉള്ളത്? ഈ 5 ഭാഗങ്ങൾ. അതിനുത്തരം ലൂക്ക 12:20. ലൂക്ക 12:20 ഈ ഭാഗത്തിന് സമാനമായ വാക്യം. 17-ാമത്തെ ചോദ്യം, ലൂക്ക 12:27 ലില്ലികളെക്കുറിച്ച് പറഞ്ഞ ശേഷം പരാമർശിക്കപ്പെടുന്ന പേര് ആരുടേത്? ലില്ലികളെക്കുറിച്ച് പരാമർശിച്ച ശേഷം ഒരു പേര് പറയുന്നുണ്ടല്ലോ കർത്താവ്. ആരുടെ പേരാണ് പറയുന്നത്? ഉത്തരം സോളമൻ്റെ പേരാണ് പറയുന്നത്. അടുത്ത ചോദ്യം 18. ലൂക്ക 12:29 ഏത് 2 കാര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ട ആകുലചിത്തരാകുകയും വേണ്ട എന്ന് പറയുന്നത്? അന്വേഷിക്കേണ്ട ആകുലചിത്തരാകുകയും വേണ്ട എന്ന് പറയുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? കാര്യങ്ങളെക്കുറിച്ചാണെന്നാണ് ലൂക്ക 12:29. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ എന്നീ 2 കാര്യങ്ങളെക്കുറിച്ച്. 19. ഈ ലോകത്തിൻ്റെ ആരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് എന്നാണ് ലൂക്ക 12:30 പറയുന്നത്? ഈ ലോകത്തിൻ്റെ ആരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് എന്നാണ് ലൂക്ക 12:30 പറയുന്നത്? അതിൻ്റെ ഉത്തരം ജനതകളാണ്. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത ചോദ്യം 20. ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ലൂക്ക 12:31b. അതോടൊപ്പം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് എന്താണ്? ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? അതാണ് 20-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പിതാവിൻ്റെ രാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം. ലൂക്ക 12:30-31 പറയുന്ന ദൈവരാജ്യത്തെ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 21. ഭയപ്പെടേണ്ട എന്ന പദപ്രയോഗം ലൂക്ക 12 എത്ര പ്രാവശ്യം കാണുന്നു? ഭയപ്പെടേണ്ട എന്ന പദപ്രയോഗം ലൂക്ക 12 എത്ര പ്രാവശ്യം കാണുന്നു എന്നതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം 3 പ്രാവശ്യം. ലൂക്ക 12, 4, 7, 32 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു ഭയപ്പെടേണ്ട എന്ന്. 22-ാമത്തെ ചോദ്യം, ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 12:32. ശ്രോതാക്കളെ എങ്ങനെ അഭിസംബോധന ചെയ്ത ശേഷമാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ? എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് യേശു ഇത് പറയുന്നതിന് മുമ്പ്? ഉത്തരം ചെറിയ അജഗണമേ എന്ന്. 23. അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. ലൂക്ക 12:37. ആരാണ് അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു? ഉത്തരം യജമാനനാണ് ദാസരെ അവരുടെ ജോലിയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പൂരിപ്പിക്കുക. 24. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ഡാഷ് വരുന്നത്. ലൂക്ക 12:40. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ഡാഷ് വരുന്നത്. എന്താണ് അവിടെ ഡാഷ് എന്ന സ്ഥലത്ത് വരേണ്ടത് എന്നാണ് ചോദ്യം. 24-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ. പ്രതീക്ഷിക്കാത്ത സമയത്താണ് മനുഷ്യപുത്രൻ വരുന്നത്.
അടുത്ത ചോദ്യം 25. അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. ലൂക്ക 12:44. ആരെയാണ് നിയമിക്കുന്നത്? അതാണ് 25-ാമത്തെ ചോദ്യം. അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. ഉത്തരം യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണുന്ന ഭൃത്യനെ. 26. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലൂക്ക 12:50. ഏത്? അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലൂക്ക 12:50. ഏത്? അതാണ് 26-ാമത്തെ ചോദ്യം. യേശുവിന് സ്വീകരിക്കാനുള്ള സ്നാനം. അതാണ് അതിൻ്റെ ഉത്തരം. 27. പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. ലൂക്ക 12:54. ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ 27-ാമത്തെ ചോദ്യം. ഉത്തരം യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു. അടുത്ത ചോദ്യം 28. അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ ആരുമായി രമ്യപ്പെട്ടുകൊള്ളുക എന്നാണ് ലൂക്ക 12:58 പറയുന്നത്. അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ ആരുമായി രമ്യതപ്പെട്ടുകൊള്ളുക എന്നാണ് ലൂക്ക 12:58 പറയുന്നത്. ഉത്തരം ശത്രുവുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അടുത്ത ചോദ്യം 29. എന്താണ് ജനക്കൂട്ടത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തതിന് യേശു വിമർശിക്കുന്നത്? യേശു ജനക്കൂട്ടത്തെ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വ്യാഖ്യാനിക്കാൻ അറിയാത്തത് എന്താണ്? ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട്. ലൂക്ക 12:56. 30. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഈ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുമെന്നാണ് ലൂക്ക 12:52 പറയുന്നത്. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുമെന്നാണ് ലൂക്ക 12:52 പറയുന്നത്. ഉത്തരം 5 പേർ. 5 പേർ ഒരു വീട്ടിൽ അങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ്. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ലൂക്ക 12:40. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ലൂക്ക 12 ഒരു ഉൾക്കാഴ്ച. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തെ നിർവചിക്കേണ്ട മുൻഗണനകളെയും മനോഭാവങ്ങളെയും കുറിച്ചുള്ള ശക്തമായ പ്രബോധനങ്ങളോടെയാണ് ലൂക്ക 12 അവസാനിക്കുന്നത്. ആധികാരികത, ജാഗ്രത, ലൗകിക ആശങ്കകൾ, ദൈവത്തിനുള്ള ആശ്രയം എന്നിവയുടെ ആവശ്യകത യേശു അടിവരയിടുന്നു. കാപട്യത്തിനും ഭൗതികത്വത്തിനുമെതിരെ അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നു. തൻ്റെ മടങ്ങിവരവിന് ഒരുങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വിഭജന സ്വഭാവം ഉയർത്തിക്കാട്ടുന്നു. അധ്യായത്തിൻ്റെ ഉൾക്കാഴ്ചകൾ വിശ്വാസികളെ ശാശ്വതമായ വീക്ഷണത്തോടെ ജീവിക്കാൻ വെല്ലുവിളിക്കുന്നു. താൽക്കാലികവും ഭൗമികവുമായ നേട്ടങ്ങളെക്കാൾ ആത്മീയവും സമ്പത്തിനും വിശ്വസ്തതയ്ക്കും മുൻഗണന നൽകുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ 12-ാം അധ്യായത്തിലെ ഉൾക്കാഴ്ചകളായിട്ട് പറയാൻ സാധിക്കുന്നത്. അടുത്ത് നമ്മൾ ടിപ്സിലേക്ക് പോവുകയാണ്. ടിപ്സ്. അധ്യായം പതിവ് പോലെ മനസ്സിരുത്തി വായിക്കുക, വീണ്ടും വായിക്കുക. 59 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ 6 ശീർഷകങ്ങളാണ് ഉള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും എന്ന 31-ാമത്തെ വാക്യം പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് ക്രോസ് റെഫറൻസുകളും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ടിപ്സായിട്ട് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. May God bless you all. Thanks for watching. We are glad you joined us. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ കൂട്ടുകാർക്കും കോണ്ടാക്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനിയും സെപ്റ്റംബറിൽ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഇതൊക്കെ എത്തിക്കുക. അപ്പം എല്ലാവരും പഠിക്കുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, ലേറ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയവരൊക്കെ. അവർക്കൊക്കെ നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ആ ദൈവവചനം നമുക്ക് ലോകത്തിലെല്ലാ ഭാഗത്തും എത്തിക്കാനായിട്ട് ശ്രമിക്കാം. May God bless us all. This is Joseph saying goodbye from JJ Logos 316. Thank you so much.